ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ വെച്ചാൽ, ഞാൻ ഏറെക്കാലം ആഗ്രഹിച്ച് നടന്ന ഗോപ്രോ ഹീറോ 9. ഞാൻ ആഗ്രഹിച്ച് നടന്നതിന് ഹീറോ 9 വേണ്ടിയല്ല കേട്ടോ. ഹീറോ 5 ഇറങ്ങിയ ടൈമിൽ എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു ഒരു ഹീറോ 5 എടുക്കണം. അതുപോലെ ബൈക്കുമ്പോൾ പോകുമ്പോൾ അങ്ങനെ ഹെൽമെറ്റുമേ വെക്കണം, അതുപോലെ സൈക്കിളുമ്പോൾ പോകുമ്പോൾ ചെസ്റ്റുമേ വെക്കണം. അതിൽ ആഗ്രഹത്തിൻ്റെ പുറത്ത് കുറേ കാലം ആഗ്രഹിച്ച് നടന്നു. പൈസക്ക് ഒരു കൂട്ടി അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയ സമയത്ത് അത് വേറെ വഴിക്ക് തിരിഞ്ഞു പോയി. ആ പൈസ അതിൻ്റെ ചെസ്റ്റുമേ വെക്കണ ആ ഒരു ബെൽറ്റ് വരെ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് കുറേ കാലമായിട്ട്. 2 വർഷത്തോളമായി അതിൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒടുവിൽ ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മൾ എത്ര കാലം നല്ല ആഗ്രഹിച്ചൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറന്നു പോയാലും നമ്മളെ തേടി വരും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യല്ലേ. സംഭവം അൺബോക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ കേട്ടോ. കണ്ടില്ലേ, 20 മെഗാ പിക്സൽ ക്യാമറ, പിന്നെ 5K 30 എടുക്കുക, 4K 60 എടുക്കുക, 1050 PS 240, പിന്നെ 33 ഫീറ്റ് 10 മീറ്റർ ആഴത്തിൽ വെള്ളത്തിലെടുക്കാം. പിന്നെ വോയിസ് കൺട്രോൾ ഉണ്ട്, പിന്നെ സ്ലോമോ, ഡാറ്റ ഓവർലേസോ, ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ടൈം വാർപ്പ് ഉണ്ട്, പിന്നെ എന്താ 1050 PS ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, പിന്നെ സൂപ്പർ ഫോട്ടോ, അതും എന്താ സംഗതി മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ റാവ്, ഇത് മറ്റേ DSLR ക്യാമറയിലുണ്ട്, ഇത് സെറ്റപ്പ് എന്താ അറിയില്ല. പിന്നെ വെബ് ക്യാമറ മോഡ് ഇവിടെ, ഇതും എങ്ങനെ ഇതിൻ്റെ വർക്ക് അറിയില്ല. ഇനി വല്ല വൈഫൈ കണക്ട് ചെയ്തിട്ടാണോ. പിന്നെ ടച്ച് സ്ക്രീനാണ്. പിന്നെ അങ്ങനെ വന്നിട്ട് നോക്കിയിട്ട് 1050 ലൈവ് സ്ട്രീമിങ്, പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ബോക്സിൽ വരുന്നത് കേട്ടോ. കോംബോ പാക്ക് ആണെന്നുണ്ടെങ്കിൽ കുറേ സെറ്റപ്പുകൾ വരും, വലിയ ബോക്സേ കറക്റ്റ് വരും. ഇത് കോംബോ പാക്ക് അല്ല, ഇത് കുറഞ്ഞ വിലക്ക് കിട്ടിയതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ഇത് നിങ്ങൾക്ക് അറിയുണ്ടാവും, ഗോപ്രോയിലുള്ള സംഭവങ്ങൾ, ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫോണിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ക്യാമറ മൊത്തം ഫോണിൽ കൺട്രോൾ ചെയ്യാം. അത് നല്ലൊരു ഉപകാരമാണ്. ഓക്കെ, പിന്നെ iOS-ലും ആൻഡ്രോയിഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ തുറന്നാലോ. മോനെ, നല്ല കട്ടി ഇങ്ങനെയുള്ള ബോക്സ് ആട്ടത്. ഇങ്ങനെ തുറന്നാൽ ഇവിടെ GoPro എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറേ യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കിട്ടി, അതുണ്ട് കേട്ടോ. യൂസർ മാനുവലുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് വരുന്നില്ല, കാരണം അതൊക്കെ ആരും ഉപയോഗിക്കലെന്ന് എനിക്കറിയില്ല. പിന്നെ സ്റ്റിക്കർ ഉണ്ട്, വണ്ടിമൊട്ടിക്കാനുള്ള സ്റ്റിക്കർ ഉണ്ട് കേട്ടോ. വണ്ടിമൊക്കെ നല്ല പവറുള്ള സൈഡ് ഇങ്ങനെ കർവായിട്ടുള്ള സ്റ്റിക്കറാണ്. പിന്നെ ഇതെങ്ങനെ ഹെൽമെറ്റുമൊക്കെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള സംഭവങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കേബിള്, പിന്നെ ഹെൽമെറ്റുമേ വെക്കുന്നൊരു ക്ലിപ്പ് ഉണ്ട്. ഇത് ക്ലിപ്പ് ഇങ്ങനെ ഇറക്കി വെക്കാണ് ചെയ്യുക. അതുപോലെ സ്റ്റിക്കർ ഒട്ടിക്കുക, ഹെൽമെറ്റുമേ അല്ലെങ്കിൽ വണ്ടിൻ്റെ ബോണ്ടുമേ ഇവിടെ ഒട്ടിക്കട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാമറ എടുക്കാം നമുക്ക്. ബാറ്ററിയൊക്കെ ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ട് വെച്ചിട്ടോ. ബാറ്ററിയൊക്കെ ഓൾറെഡി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ ഇടേണ്ടത്. ഇതാണ് നമ്മളെ സാധനം. ഓക്കെ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. സംഭവം നല്ല വെയിറ്റും ഉണ്ട്. 7ൻ്റെ പോലെയല്ല, കുറച്ച് വലിപ്പമുണ്ട്. പവർ എന്ന് പറയുന്നത് വലിപ്പം കുറച്ച് കൂടുതലുണ്ട്. പിന്നെ ഇതാണ് അതിന് കുടിക്കുക കേട്ടോ. മറ്റേ നമ്മളെ ഹെൽമെറ്റുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെക്കുക. അപ്പോൾ മടക്കി വെക്കുക തൽക്കാലം. ഇതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ, എന്ത് സംഭവം എന്നറിയില്ല. പിന്നെ ഇത് പവർ ഓഫും പിന്നെ മോഡ് കൺട്രോളിങ് ആണ്. ഇവിടെ ഇങ്ങനെ ഒരു വലിക്കാനുണ്ട്, അങ്ങനെ ബാക്ക് വലിച്ചിടിച്ചിട്ട് ഇങ്ങനെ ഓപ്പൺ ആക്കുക. അതിലെ ബാറ്ററി ഇട്ടതാണ്. പിന്നെ ബാറ്ററി ഊരാൻ ഇതിമ പിടിച്ച് വലിക്കുക ചെയ്യാം കേട്ടോ. ഇതിമ പിടിച്ച് ബാക്ക് വലിക്കുക. പിന്നെ മെമ്മറി കാർഡ് 128 GB
സാൻഡ് ഡിസ്കിൻ്റെ ഒരു മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ചിട്ടില്ല ശരിക്കും, പക്ഷെ എന്നാലും ചാർജ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഈ ടോപ്പ് തുറക്കാതെ നമുക്കിത് ചാർജ് ചെയ്യാൻ പറ്റില്ല. അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത്ര ചെറിയൊരു പ്ലഗിന് വേണ്ടി ഇപ്പോൾ ഈ ഒരു ടോപ്പ് തുറന്നു കണ്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും തട്ട് ചാടി എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടുമോ എന്താ അറിയില്ല കേട്ടോ. ചിലപ്പോൾ അതിനനുസരിച്ചുള്ള ബോഡി ബിൽഡ് നല്ല സെറ്റപ്പ് ആയിക്കാരം, അറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും ഇത് തുറന്നേക്കാതെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റില്ല, തുറന്നു വെക്കൽ നിർബന്ധമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആക്സറീസിൻ്റെ കൂട്ടത്തിൽ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അത് വാങ്ങിയാൽ നമുക്ക് ബാറ്ററി രണ്ട് മൂന്ന് ബാറ്ററി കണ്ടെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാൻ സുഖമാണ്. നമുക്കൊന്ന് ഓണാക്കിയാലോ. സൂപ്പർ വ്യൂ ആണ്. സൂപ്പർ വ്യൂ മാറ്റി കഴിഞ്ഞാൽ സാധാ നോർമൽ വൈഡ്, പിന്നെ അത് മാറ്റി കഴിഞ്ഞാൽ ലൈനിയർ. ഇത് നോർമലാ തോന്നുന്നുണ്ട്. പിന്നെന്തോ ഓറിജിനൽ ലെവൽ. ഇതെന്താ സംഗതി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിപ്പോൾ വീഡിയോയിൽ റെഡിക്കല്ല നിങ്ങൾ കാണുന്നത്. നമ്മൾ കുറച്ച് ക്യാമറ തിരിച്ചാലും അതേപോലെ തന്നെ കയറാം, നമുക്ക് ചെരിഞ്ഞ് തോന്നില്ല. ഓവറായി ചെരിയുമ്പോൾ മാത്രമേ ഉള്ളൂ. കണ്ടില്ലേ, ഇപ്പോഴൊന്നും ചെരിവ് വന്നിട്ടില്ല. ക്യാമറക്ക് ചെരിവുണ്ട്, പക്ഷേ ആ സ്ക്രീനിൻ്റെ ഉള്ളത്തേനും ചെരിവില്ല. ഇനി ഓവറായി ചെരിഞ്ഞാൽ കണ്ടില്ലേ, ഇപ്പോഴൊക്കെ ചെരിഞ്ഞാൽ കിടക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ ഇത്ര റേഞ്ചിൽ വരുമ്പോഴാണ് നമുക്കിത് ഷെയ്ക്ക് ചെയ്യണമായിട്ട് തോന്നുള്ളൂ. ഓക്കെ, പിന്നെ ഇതെന്താ നാരോ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. കുറച്ച് വലുതാക്കി എടുക്കാം, എന്താ അറിയില്ല. സ്റ്റാൻഡേർഡ് 1050 വരുന്നത്. പിന്നെ ആക്ടിവിറ്റി 2.7K വരുന്നത്. സൂപ്പർ വ്യൂ ആണ്. പിന്നെ സിനിമാറ്റിക് ഉണ്ട് 4K 30 ലൈനിയർ. പിന്നെ സ്ലോമോ വൈഡിലാണ് വരുന്നത് 1050. നമുക്ക് എന്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനോ കണ്ടുകൊണ്ട് കേട്ടോ. അത് ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല, പഠിച്ചിട്ട് പറഞ്ഞുതരാം. ഇത് പിന്നെ ഷെയ്ക്കിങ് ഇല്ലാത്ത സെറ്റപ്പാണ്. കണ്ടില്ലേ, ഇങ്ങനെ ക്യാമറ ഇളക്കിയിട്ടും വീഡിയോയിൽ ഇല്ലീനൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ പൊക്കുമ്പോൾ വരുന്നുള്ളൂ. ഇങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ഓടുകയാണെന്നുണ്ടെങ്കിലൊന്നും വീഡിയോക്ക് ഷെയ്ക്ക് വരുന്നില്ല. ചെറുതായിട്ട് സൂമിങ് ഉണ്ട്. ഇത് 7 ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് സൂമിങ് ഉണ്ട്. വീഡിയോക്കും ഫോട്ടോസിനൊക്കെ സൂമിങ് ഉണ്ട്. പിന്നെ ഫോട്ടോ മോഡിലിടൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ മോഡായി. പിന്നെ ഇങ്ങനെ വലിച്ചാൽ വീഡിയോ, പിന്നെ ടൈം ലാപ്സ്, പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ ഇതിൻ്റെ സെറ്റിങ്സുകളാണ്. വോളിയം താഴത്ത് കറക്കിയാൽ ഇത് വോയിസ് കമൻ്റാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് ഓഫാക്കാം. പിന്നെ ഇതെന്താ ലോക്കും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യണ സ്ക്രീനിൽ ഇങ്ങനെ, അത് ക്യാമറയിൽ DSLR-ലൊക്കെ വരുന്ന സെറ്റപ്പ് തന്നെയാണ്. പിന്നെ അങ്ങനെ വന്നിട്ട് ഈ സൈഡിൽ എന്താ അവിടെ ഒന്നൊന്നുമില്ല. താഴത്തുനിന്ന് വലിച്ചാൽ നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെയാണ് കാണാം. ഇപ്പോൾ ഞാൻ നേരത്തെ എടുത്താണ്, ഫുൾ വൈഡ് ആംഗിളിലാണ് കേട്ടോ, സൂപ്പർ വ്യൂവിലാണ് ഇത് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, രസമാണ് കാണാൻ. ഓക്കെ, അതൊക്കെ പിന്നെ നമുക്ക് കാണാം. ഇതിന് 7 എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്രീൻ വരില്ല. ഇല്ലേ, 7 ഇവിടെ സ്ക്രീൻ വരലില്ല. സ്ക്രീനിൽ എന്താ വെച്ചാൽ ഡിസ്പ്ലേ ഇങ്ങനെ നമുക്ക് സെൽഫി എടുക്കാൻ പറ്റില്ല, സെൽഫി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. ഇതിലിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ നേരെ ക്യാമറ ഓടിച്ച് വ്ളോഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ കാണാം, നമ്മൾ ഏതെല്ലാം ഭാഗങ്ങൾ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. ചാർജ് ഇത്ര ആയിട്ടുണ്ട്, ഇത്ര ശതമാനം മണിക്കൂർ, 3 hours 57 minutes കേട്ടോ ഇതിൽ ഇനി വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പോൾ കൊടുത്തിട്ടുണ്ട്. സിനിമാറ്റിക് ആണ്, 4K ആണ്. ഓക്കെ, ഇവിടെ പിന്നെ ടച്ചൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കിത് ബാക്ക് അടിക്കട്ടോ. ഇവിടെ കണ്ടില്ലേ, നല്ല കനത്തിൽ നല്ല കട്ടിയിൽ എഴുതിയിട്ടുണ്ട് GoPro. പിന്നെ ഇവിടെ എന്താ മൈക്കാണോ സ്പീക്കറാണോ എന്താ അറിയില്ല. എന്താണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട്, അതും മൈക്കാണോ സ്പീക്കറാണോ അറിയില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ലെൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ലെൻസിൽ കണ്ടങ്ങൾ സാധാ 7 ഇല്ല പോലെയല്ല അതിൻ്റെ ലെൻസ് കൊടുത്തിട്ടുള്ളത്. അത് സൂപ്പർ വ്യൂ ഉണ്ടായിട്ടാണോ എന്താ അറിയില്ല, ഒരു റൗണ്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്.
പിന്നെ അതല്ല ഞാൻ പറയാൻ എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഇതൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ചാടുകയോ എന്തെങ്കിലും പറ്റി ഇതിൻ്റെ ഈ ഡിസ്പ്ലേ പൊട്ടിക്കഴിഞ്ഞാൽ 7 8 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കേസ് മൊത്തമായിട്ട് മാറ്റണം. അപ്പോൾ ചിലപ്പോൾ നല്ല പൈസ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറ്റാനും പറ്റുന്നുണ്ടാവില്ല, അതെനിക്കറിയില്ല. പക്ഷേ ഇതിൻ്റെത് പറഞ്ഞാൽ നമുക്കിത് ഈ ലെൻസ് മാത്രം റിമൂവ് ചെയ്യാം. ലെൻസ് മാത്രം നമുക്ക് അയച്ചെടുത്തിട്ട് ഇനി ഫിൽറ്ററുള്ള ലെൻസ് വേണമെങ്കിൽ ഫിൽറ്ററുള്ള ലെൻസ് വെക്കാം. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതിമ പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക. ഇങ്ങനെ തിരിക്കുമ്പോൾ കണ്ടില്ലേ, ഇനി ഇതിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് റിമൂവായി. കണ്ടില്ലേ നിങ്ങൾ? പിന്നെ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ വേറെ സാധനം വേണമെന്നുണ്ടെങ്കിൽ, അല്ല വേറെ വല്ല ഫിൽറ്ററുള്ള ടൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വെക്കുക. കുറച്ചും കൂടെ ഒരു ഫിഷ് ഐ ടൈപ്പ് ലെൻസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കുക. ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് തിരിക്കുക, സംഭവം സെറ്റ്. അതെനിക്കൊരു പ്ലസ് പോയിൻ്റായി തോന്നുന്നുണ്ട്. കാരണം നമ്മളടുത്തുനിന്ന് ചാടൂല പൊട്ടൂല ഒന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട്. പിന്നെ ഇതെന്താ വെച്ചാൽ എൻ്റെ കുറേ കാലത്തെ ഒരാഗ്രഹം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കുറേ ഇത് 5 ഇറങ്ങിയ ടൈമിൽ ഞാൻ അതിൻ്റെ പിന്നാലെ കൂടിയതാണ്. ഇതുവരെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. ഇപ്പോഴും ഞാൻ വാങ്ങൂലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇതിനെ തേടി പിടിച്ച് വന്നതാണ്, അതുകൊണ്ട് വാങ്ങിയതാണ്. ഇനി ചിലപ്പോൾ അത് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ വാങ്ങലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, വീഡിയോൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വല്ല പിഴവോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഗുഡ് ബൈ.